മിണ്ടാവര്. എന്താ മാഡം? അരവിന്ദിനെ എന്റെ അടുത്ത് പോലും വരാൻ സമ്മതിക്കരുതെന്ന് ഞാൻ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതല്ലേ? ആ പണി ചെയ്യാതെ താൻ ഇവിടെ കുടിച്ച് ആഘോഷിക്കാണല്ലേ? അരവിന്ദ് സാറ് വന്നപ്പോ തുടങ്ങി ഞാൻ അദ്ദേഹത്തെ കമ്പനിക്ക് വിളിക്കണതാ. 2 പെക്ക് കൊടുത്താ ആള് ഓഫായിക്കൊള്ളൂല്ലോ. പക്ഷെ ആള് വരണ്ടേ? മാഡത്തിന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിട്ടേ കുടി നിർത്തിന്ന് തോന്നണേ. താൻ എങ്ങനെയെങ്കിലും അരവിന്ദിനെ ഒന്ന് തടയണം. ആ അതെ, അരവിന്ദ് സാറിന് തടയണ്ട, അവിടെ നിൽക്കട്ടെ. ആദ്യം മാഡേ കൈലാസ് സാറിനെ തടയും. പാർവതി, എന്താ സർ? ഒരു സെക്കൻഡ് എന്റെ കൂടെ ഒന്ന് വരാവോ? സാർ, കുറച്ചു നേരത്തിൽ സാറിന്റെ പിറന്നാൾ ആഘോഷം തുടങ്ങും. പിന്നെ സാറിന് ചുറ്റും VIP മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ഇപ്പോഴേ പാറു വാങ്ങിയ ഗിഫ്റ്റ് സാർ വാങ്ങുന്നതല്ലേ നല്ലത്. അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ? പാർവതി എനിക്ക് ഗിഫ്റ്റ് വാങ്ങിയെന്നോ? ദാറ്റ്സ് സോ സ്വീറ്റ്. പാറു കൊടുക്ക് കൊടുക്ക്. താങ്ക്സ് അലോട്ട് പാർവതി. എനിക്ക് പാർവതി എന്താണ് വാങ്ങിയെന്നറിയാൻ നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട്. പാർവതിയുടെ പെർമിഷനോട് കൂടി ഞാനിത് ഓപ്പൺ ചെയ്തോട്ടെ? അതിനെന്താ സർ? താങ്ക് യു. പണിയായി കാണിച്ചത്. അല്ലെങ്കിൽ കൈലാഷ് സാറിന് പാറുവിനോട് അസ്ഥിക്ക് പിടിച്ച പ്രണയമാണ്. അതിന്റെ കൂടെ ഈ സമ്മാനം അദ്ദേഹത്തിന് വാങ്ങിക്കൊടുത്തത് പാറുവാണെന്ന് കൂടി അറിഞ്ഞ പിന്നെ ഉണ്ടാവുന്ന അവസ്ഥയെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? ഇത് നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് വാങ്ങിയതാണെന്ന് പറയാനല്ലേ നമ്മൾ പ്ലാൻ ചെയ്തത്. പാറുവിനെ കൈലാഷ് സാർ കൊണ്ടുപോകാതിരിക്കാൻ പെട്ടെന്ന് എനിക്ക് കിട്ടിയ ഐഡിയ ഇതാ. നല്ല ബെസ്റ്റ് ഐഡിയ. പാർവതി, എനിക്ക് ഗിഫ്റ്റ് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് എന്താണ് ഇഷ്ടമെന്ന് പാർവതി കൃത്യമായിട്ട് മനസ്സിലാക്കി. താങ്ക് യു സോ മച്ച്. ഇത് വലിയ വിലയൊന്നുമില്ലാത്ത സമ്മാനമാണ് സർ. ഈ ചടങ്ങിൽ എത്ര വലിയ ആളുകൾ വന്നിട്ടുണ്ട്. അവര് തരാൻ പോകുന്ന സമ്മാനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നുമല്ല. എത്ര വലിയ VIP വന്നിട്ട് എത്ര വില കൂടിയ സമ്മാനങ്ങൾ തന്നാലും ഇതിന്റെ 7 അയലത്ത് പോലും വരില്ല. എന്റെ ജീവിതത്തില് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് ഇതാണ്. യു ആർ ഓൾവേസ് സ്പെഷ്യൽ ടു മീ. എനിക്ക് പാർവതിയോട് കുറച്ച് സംസാരിക്കണം. ദൈവമേ, ഇനി എന്ത് ചെയ്ത് തടുക്കണമെന്ന് അറിയില്ലല്ലോ. കൈലാഷ് അവളെ പ്രപ്പോസ് ചെയ്യാനുള്ള പരിപാടിയാ. അതെങ്ങനെങ്കിലും തടഞ്ഞേ പറ്റൂ. ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. കൈലാഷിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വന്ന എല്ലാവരെയും ഞാനും PK ഗ്രൂപ്പ് ഓഫ് കമ്പനീസും സ്വാഗതം ചെയ്യുന്നു. ലെറ്റ് മീ ഇൻവൈറ്റ് കൈലാഷ് ഓൺ ടു ദി സ്റ്റേജ്. ഇവളെന്തിനെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്ന? Give him a big round of applause. പാർവതി, എക്സ്ക്യൂസ് മീ, ഞാനിപ്പോ വരാം. ആദ്യമായിട്ട് മുക്തയെ കൊണ്ടൊരു ഉപകാരം ഉണ്ടായത്. കൃത്യസമയത്ത് കൈലാഷ് സാറിനെ അങ്ങോട്ട് വിളിച്ചോണ്ട് പോയത്. ഇങ്ങനെ എത്ര നാളാ നമ്മൾ സത്യം മറച്ചു വെക്കാൻ പോകുന്നത്? നിനക്കിതുകൊണ്ട് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ സന്തോഷം നീ കണ്ടില്ലേ? ഈ ചടങ്ങ് കഴിയുന്നവരെ ഒന്ന് ക്ഷമിക്ക്. അത് കഴിഞ്ഞാൽ ഞാൻ തന്നെ അദ്ദേഹത്തോട് എല്ലാം പറഞ്ഞോളാം. അതുപോലെ. ഹലോ എവരിവൺ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കാം. ഇതുവരെ
ഞാൻ എൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടേ ഇല്ല. ഇത്തവണ ഇത്രയും ഗ്രാൻഡ് ആക്കാൻ ഒരു റീസൺ ഉണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചു നേരത്തിനുള്ളിൽ മനസ്സിലാവും. ഇനി വെറുതെ സംസാരിച്ച് പാട്ട് ഞാൻ ബോറാക്കുന്നില്ല. ലെറ്റ്സ് പ്ലേ സം മ്യൂസിക്.